മൈത്രേന്റെ ഒരു ലൈഫ് സ്റ്റൈലില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൂടുതലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ലൈഫിൽ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം മൈത്രേന്റെ ഒരു ലൈഫില് എനിക്ക് തോന്നി. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പം എപ്പോഴും നമ്മുടെ ലൈഫില് മണി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. കാരണം നമ്മൾ അത്രയ്ക്കും ഇൻസെക്യൂർ ആണ്. മണി എന്നുള്ള പറയുന്ന ഒരു സംഭവം ഇല്ലാതെ എങ്ങനെ ജീവിക്കും? കാരണം നമുക്കിപ്പൊ സ്വന്തമായിട്ട് വീടില്ല എന്നുണ്ടെങ്കിൽ വീടിന് വാടക കൊടുക്കണം, പിന്നെ വീടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കറണ്ട് ചാർജ് അടയ്ക്കണം, വെള്ളത്തിന്റെ പൈസ കൊടുക്കണം, പിന്നെ നമുക്ക് ഡെയിലി അതായത് ഡെയിലി നമുക്ക് വേണ്ടുന്ന ജീവിതത്തിന് വേണ്ടുന്ന ആഹാരം എല്ലാത്തിനും ഡ്രസ്സ് എല്ലാത്തിനും പൈസ വേണം. പിന്നെ നമ്മൾ പുറത്തോട്ടൊന്ന് വെറുതെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വെള്ളം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പൈസ വേണം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോ കുറച്ചു നാളായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പൈസക്ക് ഇത്ര ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഒന്നെങ്കിലും കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഇതില് സാമ്പത്തികമായിട്ട് ഫുള്ളി ഇൻഡിപെൻഡന്റ് അല്ലായിരിക്കും. അവർക്ക് ഏതെങ്കിലും തരത്തില് ഒന്നെങ്കിൽ അച്ഛന്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. പക്ഷെ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മണി എന്ന് പറയുന്നത് ഒരു വലിയ ഇൻസെക്യൂരിറ്റി തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് തോന്നിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യിൽ പൈസ കുറയുമ്പോ ഒരു ഇൻസെക്യൂരിറ്റി അനുഭവിക്കും. അതേസമയം കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് എന്ന് തോന്നുമ്പോ ഒരു അതിൽ നിന്ന് തോന്നുന്ന ഒരു സെക്യൂരിറ്റി. ഞാൻ അതേക്കുറിച്ച് എനിക്ക് ചിന്തിച്ചു, മൈത്രേൻ എങ്ങനെയാണ് താങ്കളുടെ ലൈഫ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നമ്മൾ ഈച്ച് ആൻഡ് എവരി തിങ്സിന് നമ്മുടെ കയ്യിൽ പൈസ വേണമല്ലോ. മൈത്രേൻ ചില ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ തന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു കോപ്പറേഷനിൽ കൂടെയാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതെങ്ങനെയാണ്, എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ മൈത്രേന്റെ വീഡിയോസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോസിലൊന്നും ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഇതിനെ കുറിച്ച് മാത്രം ഈ ഒരു എക്കണോമിക് എങ്ങനെയാണ് താങ്കളുടെ എക്കണോമിക് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നിട്ടുള്ളത്, അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് അറിയാൻ വളരെ താല്പര്യമുണ്ട്. കാരണം അത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കും കുറെ കാര്യങ്ങൾ അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന്റെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് തരിക. അല്ലെങ്കിൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ താങ്കളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരിക. അല്ലെങ്കിൽ താങ്കൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇതേപോലെ ചെയ്തിട്ട് അത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്താലും മതി. അത് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. കാരണം അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും അതെങ്ങനെയാണ് എന്നുള്ള ഒരു ഭയങ്കര ഒരു ചിന്ത. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ രാത്രി കിടന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചു, ഇത് എങ്ങനെയായിരിക്കും. എന്നിട്ട് കോപ്പറേഷൻ കൂടെ എന്നൊക്കെ പറയുമ്പോ മനുഷ്യരിപ്പം അങ്ങനെ അല്ലാത്ത ആൾക്കാരിപ്പം എന്തു ചെയ്യും? അല്ല ഇപ്പൊ നമ്മുടെ സെക്ടറിലുള്ള ആൾക്കാര് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മള് എക്കണോമിക്കലി ആ ഒരു ഇതിൽ പോവും. പക്ഷെ ഈ ഒരു എക്സ്റ്റേണലിൽ നമുക്കൊരു എന്താ പറയുന്ന ഈ പറഞ്ഞ പോലെ ഫുള്ളി ഇൻഡിപെൻഡന്റ്, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യും? ഇപ്പം മൈത്രേന്റെ ചില ഇന്റർവ്യൂസിലൊക്കെ മണി സേവ് ചെയ്യുന്നത് ഒന്നും അത്ര വലിയ കാര്യം അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ആ ഒരു ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എനിക്കറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. ചോദ്യം വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാന് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് സാധാരണ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്തോ അല്ലെങ്കിൽ കച്ചവടമോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്ത് വരുമാനം ഉണ്ടാക്കാതെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് ഈ പണം എന്ന് പറയുന്ന ട്രാൻസാക്ഷന് വേണ്ടി മനുഷ്യരുണ്ടാക്കിയതാണ്. അത് ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്ന് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പണം എന്ന് പറയുന്ന കാര്യമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം അത് പ്രസക്തമാണ്.
ഞാന് എന്റെ ജീവിതത്തിനകത്ത് എന്റെ പങ്കാളിയുമൊത്ത് കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് ഇങ്ങനെയാണോ ജീവിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. വളരെ കൃത്യമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അന്ന് ചെയ്തിരുന്നു. അന്ന് ചെയ്തിരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വിറ്റിട്ടാണ് വരുമാനത്തോടെ ജീവിച്ചിരുന്നത്. ഞാൻ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. ചെയ്തിരുന്നതല്ല. ഈ നിലവാരത്തിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. അത് പൊതുപ്രവർത്തനം എന്ന് പറയുന്ന മേഖലയിൽ ചെയ്യുമ്പോഴും അവസാനം ഈ പുസ്തക പ്രസിദ്ധീകരണം നടത്താതിരുന്ന സമയത്ത് ആകെ ഒരു 3 വർഷം ഒരു മാസിക എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറി അതിന്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സമയമാണ്. ആ സമയത്തും അതൊരു വലിയ വരുമാനമല്ല, ചെറിയ വരുമാനമാണ്. സമാന്തരമായിട്ട് പുസ്തകം വിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വരുമാനങ്ങളിലൂടെ ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ പാർട്ട്ണർ ഒരു ഡോക്ടറായിരുന്നു. അവര് ഉണ്ടാക്കുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ ഞാൻ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ട് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ടൈം പ്രൊഫസറോ അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഡോക്ടറായിട്ട് ഒരു സമയത്തും വർക്ക് ചെയ്തിട്ടില്ല ഞാനുമായിട്ട് ചേർന്ന് ജീവിച്ചിരുന്ന സമയത്ത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വലിയ വരുമാനം അവരുടെ വശത്തുനിന്ന് ഉണ്ടാകുന്നില്ലായിരുന്നു. ഞങ്ങള് ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന യുക്തിക്കകത്തായിരുന്നു അന്നെല്ലാം നിന്നത്. അതുപോലെ തന്നെ അവര് MD പഠിച്ച് പാസ്സായി വന്ന സമയത്ത് സ്വന്തമായിട്ടൊരു വോളണ്ടറി ഓർഗനൈസേഷൻ, അത് പിൽക്കാലത്ത് ഒരു NGO എന്ന് നമ്മൾ വിളിക്കുന്ന നിലവാരത്തിൽ രജിസ്റ്റേർഡ് ഓർഗനൈസേഷനായിട്ട് മാറുന്നുണ്ട്. ആ മാറുന്ന സമയത്ത് കേരള ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ആരോഗ്യപരമായിട്ടുള്ള പദ്ധതികൾ അത് എടുത്തിട്ട് അതിന്റെ ആ പ്രോജക്റ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന വരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ പുസ്തകം വിൽക്കുന്നത് ഒരു വശത്ത് നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുന്ന വരുമാനവും ഇത് രണ്ടും കൂടെ ചേർന്ന് അവര് ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നതും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള വരുമാനത്തിലായിരുന്നു 20 വർഷവും ഞങ്ങൾ ജീവിച്ചത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരു യുക്തിയും ഇല്ല. സാധാരണ എല്ലാ ആൾക്കാരും ബിസിനസ് ചെയ്യുകയോ കച്ചവടം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്ത് വാടക കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ വാടകയ്ക്ക് തന്നെയായിരുന്നു ആവശ്യം. വാടക കൊടുത്തിട്ടാണ് ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ റേഷൻ കടയും റേഷൻ കാർഡും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ട് എല്ലാ നാട്ടിലെ ഏത് മനുഷ്യരും ജീവിക്കുന്നത് പോലുള്ള ഒരു ജോലിക്കാരൻ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ള നിലവാരത്തിലല്ലാത്ത വരുമാനം ഉണ്ടാക്കുന്ന മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവിച്ചിരുന്നത്. ഇതിനുശേഷമാണ് ഞാൻ 20 വർഷം കഴിഞ്ഞ് എൻ്റെ മകള് സ്വന്തം നിലയിൽ ജീവിക്കാനായിട്ട് തന്നെത്താൻ ജീവിക്കാനുള്ള കഴിവുള്ള ആളായിട്ട് മാറുമ്പോഴാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഈ കുടുംബം എന്ന് പറഞ്ഞ് അതുവരെ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന സാഹചര്യവും ഉപേക്ഷിക്കും. ഇന്ന് നിങ്ങൾ മറ്റു മനുഷ്യർ കാണുന്ന നിലവാരത്തിലുള്ള ജീവിതം ആരംഭിക്കുന്ന ആ സമയത്തും ആദ്യകാലത്ത് ഞാൻ ഒരു 5 വർഷത്തോളം ഹിമാചൽ പ്രദേശിൽ പോയി അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വൃക്ഷങ്ങളെ നട്ട് വളർത്തുന്നത്. അതിന് ഓരോ വൃക്ഷവും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടായിരുന്നു ആ വൃക്ഷം നട്ടിരുന്നത്. വേറൊരാളുടെ പേരിൽ ഒരു വൃക്ഷം സ്പോൺസർ ചെയ്യുന്നത്. അതിന് അവർ ആ സ്പോൺസർ ചെയ്യുന്നതിന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടായിരുന്നു ആ 5 വർഷവും ആ മരം വളർത്തുന്നതിനും അതിന്റെ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനും കഴിഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം ഞാന് ഇതേ സമയത്ത് വായിക്കുകയും പഠിക്കുകയും ലോകത്തിനെ പറ്റി ചിന്തിക്കുകയും എഴുതുകയും എല്ലാം ചെയ്യുന്നത് ഈ സമയത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മേഖല വികസിച്ചു വരുന്നത്. ഞാൻ ധാരാളം മനുഷ്യരുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാക്കുന്ന ഒരു ലോകം ഉണ്ടാകുന്നു. ഈ സമയത്ത് ഞാൻ പടങ്ങൾ എടുക്കുന്നുണ്ട്. പടങ്ങൾ വിറ്റ് ഞാൻ ജീവിച്ചിട്ടില്ല. പക്ഷെ പടങ്ങളിൽ ആളുകൾ വാങ്ങി പണം തന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നോട് ധാരാളം പടങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്തു നിന്നൊക്കെ വരുമാനം ഉണ്ടാകുന്ന നിലവാരത്തിൽ ആൾക്കാർ ആ പടങ്ങൾ വാങ്ങുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല അതിന് പടം എടുത്തിട്ട് എനിക്ക് വരുമാനം ഉണ്ടാകുന്ന നിലവാരത്തിൽ എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട്. അതുവരെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് ആളുകളുടെ ആവശ്യപ്രകാരം ഞാൻ യാത്ര ചെയ്യുന്ന ആളായിട്ട് മാറി. അതാണ് ഉണ്ടായ ഒരു വ്യത്യാസം.
നിങ്ങൾ സംസാരിക്കുന്നതും പറയുന്നതും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, ഇവിടേക്ക് വരുമോ? അപ്പൊ ഇത് ഞാൻ രാഷ്ട്രീയവും സാമൂഹിക പ്രവർത്തനവും ചെയ്യുന്ന സമയത്തും ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം ഈ ലോകത്തിനകത്ത് മനുഷ്യരുമായിട്ട് ഈ കാലഘട്ടത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഈ പൊതുപ്രവർത്തനം ചെയ്യുന്നതിനകത്തെ പ്രധാനമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മാനസിക ആരോഗ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ മാനസിക ആരോഗ്യമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളിനകത്തുനിന്ന് ധാരാളം മനുഷ്യരുമായിട്ടുള്ള ബന്ധവും അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയും മാറ്റവും ഇതെല്ലാം പറയാനും സംസാരിക്കാനും, അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു അര കൗൺസിലർ ചെയ്യുന്ന ഒരു ലോകം രൂപപ്പെടുന്നു. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ ഒരു പ്രവൃത്തിയും പിന്നെ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് കണ്ടെത്തിയ ഒരു കാര്യമാണ്, ഞാൻ പ്രയോജനമുള്ള ഒരാളായി നിലനിൽക്കുകയാണെങ്കിൽ എന്നെ നിലനിർത്താനായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതാണ് ഞാൻ കണ്ടത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഒരു 4-5 വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ്. അങ്ങനെ രൂപപ്പെട്ട് വന്ന സമയത്ത് ഒരു 2010 തൊട്ട് 2005 ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ ഈ മരുന്നടുന്ന പണിയിലേക്ക് പോകുന്നത്. 2010 ആയപ്പോഴത്തേന് ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവന്ന് കുറെ നേരം എൻ്റെ അടുത്ത് സമയം ചെലവഴിക്കുന്നതിന് ആവശ്യപ്പെടുന്ന ആൾക്കാരായിട്ട് മാറണം. ഇത് എനിക്ക് തോന്നുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ കൂടെ ഒരു സഹായം അതിനകത്തുണ്ട്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ആളുകൾ അറിയുകയും ആളുകൾക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത്, എന്നെ ഞാനൊരു ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് സംഭവിക്കുന്നുണ്ട്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനൊരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഞങ്ങളടുത്ത് ചെലവഴിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം ജനം മലയാളം സംസാരിക്കുന്ന മേഖലയിലുള്ള മലയാളികളായിരിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഇതിന്റെ തുടർച്ചയ്ക്കകത്താണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് ഞാനുമായിട്ട് പല വിഷയങ്ങളിനകത്ത് കുറച്ചു നേരം സംസാരിക്കാനും സമയം ചെലവഴിക്കാനും എന്നോടൊത്ത് യാത്ര ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിനകത്ത്, ഞാൻ മലയാളം സ്പീക്കിംഗ് എന്ന് നമ്മൾ പറയാവുന്ന മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ആളുകളാണ് എൻ്റെ സാമൂഹികമായിട്ടുള്ള ക്യാപിറ്റൽ, മൂലധനം. അങ്ങനെ ഞാൻ ഒരു 30-35 വർഷത്തെ പൊതുപ്രവർത്തനവും ഇത്തരത്തിലുള്ള പ്രവർത്തനവും കൂടെ ചേർത്ത് ഉണ്ടായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള മൂലധനമുള്ള ഒരാളാണ്. അപ്പൊ എന്റെ പണം എന്ന് പറയുന്നത്, എന്റെ ചെലവെന്ന് പറയുന്നത് ഞാൻ ആരുമായി സഹകരിക്കുന്നോ അവര് ബെയർ ചെയ്യേണ്ടതായിട്ട് മാറുന്നു. അപ്പം മറ്റുള്ളവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് അതിന്റെ ചെലവ് അവർ വഹിക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും മനുഷ്യർക്ക് സാധിക്കുന്നതിൽ ഏറ്റവും മിതത്വമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് ആർക്കും എന്നെ അഫോർഡ് ചെയ്യാം. ഒറ്റ മുറിയുള്ള ഒരാളിനും കൊട്ടാരങ്ങളുള്ളവർക്കും ഒരുപോലെ എന്നെ അഫോർഡ് ചെയ്യാം. ഞാൻ ആരാണ് എന്നെ ക്ഷണിക്കുന്നതെന്ന് ചോദിക്കാറ്, അവർക്ക് എന്ത് സൗകര്യങ്ങളുണ്ടെന്ന് അന്വേഷിക്കാറ്. ഞാൻ വിളിക്കുന്നിടത്തേക്ക് ചെല്ലുക. ആ വിളിക്കുന്നിടത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവരോടൊത്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഒരു 10-40 വർഷത്തെ സാമൂഹിക ജീവിതത്തിനകത്തൂടെ ഉണ്ടായ സാമൂഹികമായിട്ടുള്ള മൂലധനത്തിന്റെ എന്താ പറയണ്ടോ പലിശയാണ് ഞാൻ ജീവിക്കുന്നത്. മൂലധനം ഞാൻ എടുക്കുന്നേ ഇല്ല, ഞാൻ ആരുടെ കഴിയുന്ന ഒന്നും വാങ്ങുന്നില്ല. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റിലാണ് ഞാൻ സത്യത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോ മലയാളികൾ എവിടെ പോയാലും അവിടെ എല്ലാം ഞാൻ ഏതെങ്കിലും നിലവാരത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും അറിയാനും താല്പര്യമുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മലയാളികള് ഭൂമിയിലുള്ള എല്ലാ രാജ്യത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും എനിക്ക് ഇൻവിറ്റേഷൻ ഉള്ള ഒരാൾ. അത് ആരാണോ ആദ്യം ഒരു ഇൻവിറ്റേഷൻ അയക്കുന്നു, ആരാണോ ആദ്യം എനിക്കൊരു ടിക്കറ്റ് തരുന്നത്, അവിടെ ഞാൻ ചെല്ലുന്നു. അത്രേ ഉള്ളൂ. ഇതിന് മറ്റു മാനദണ്ഡങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ കാണാൻ വരുള്ളൂ എന്ന് ഞാൻ പറയാറ്. ഞാൻ എന്നെ റേറ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഞാൻ അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് പഠിച്ചത്. ഞാൻ ഏത് മനുഷ്യരോടൊത്തും ജീവിക്കാനായിട്ട് എനിക്ക് അറിയാനുള്ള ആ നിലവാരത്തിൽ അവരെ സ്വീകരിക്കാനായിട്ടുള്ള
അവരെ എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കാനുള്ള മനസ്സാണ് രൂപപ്പെടുത്തേണ്ടത്. ഇത് വേറൊരാള് ചെയ്യണമെന്നോ വേറൊരാൾക്ക് മാതൃകയാകുന്നതിനെ പറ്റിയോ ഒന്നും ഞാൻ ചിന്തിക്കുന്നേ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും യുണീക്ക് ആണെന്ന് അറിയുന്ന ഒരാൾ. അതുകൊണ്ട് പൊതുവായി മനുഷ്യര് ജീവിക്കുന്ന പോലെ അല്ലാതെ പലതരത്തിൽ ജീവിക്കാം എന്നുള്ളതിനകത്ത് ഒരു സവിശേഷ ജീവിതം എനിക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് അത്ഭുതകരമായ യാതൊന്നും തന്നെയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ജംഗ്ഷൻ, ഒരു നാട്ടിലെ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ ഒരു 10-20 കടയുണ്ടെങ്കിൽ ആ കടയെ ഒക്കെ തൂക്കാനും തുടയ്ക്കാനും അവിടെ വെള്ളം വാരി കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കാനായിട്ടുള്ള ഒരാളുണ്ടാകും. അയാൾ ഇവരുടെ ആരുടെയെങ്കിലും ഒരു എംപ്ലോയ്മെന്റിലാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എല്ലാ ദിവസവും അയാൾ വരണമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരായിട്ട് നമ്മളെല്ലാം മാറുന്നുണ്ടാകും. ഇതുപോലുള്ളൊരു റോള് എനിക്ക് ജീവിതത്തിനകത്ത് മറ്റു മനുഷ്യരുടെ സഹകാരിയാകുക എന്ന് പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കുന്നത് എൻ്റെ സമയമാണ്, എനിക്ക് മനസ്സിലായിട്ടുള്ള അറിവാണ്. ഇത് ഞാൻ പങ്കുവയ്ക്കും. സമയവും അറിവും അവർക്ക് കൊടുക്കേണ്ട അറ്റൻഷനും ഇത്രയാണ് ഞാൻ പങ്കുവയ്ക്കും. അതിനെ ഏറ്റവും മിതമായ രീതിയിൽ അവരെങ്ങനെ ജീവിക്കുന്നു അത് മാത്രമാണ്. അവരെങ്ങനെ ജീവിക്കുന്നു ആ ജീവിതത്തിനനുസരിച്ച് ഞാൻ അവരോടൊപ്പം ചേരും. ഈ ചേരുന്ന സമയത്ത് 1, 2, 3 ദിവസമൊക്കെയാണ് മനുഷ്യർക്ക് സാധാരണഗതിയിൽ ഒരു ആവശ്യം വരും. ഒരാളുടെ കമ്പനി എന്ന് പറയുന്നതിന് ഏതെങ്കിലും നിലവാരത്തില് ഒരു രസകരമായി അനുഭവിക്കുക എന്ന് പറയുന്നത് അതിന് പുതുമയുള്ള സമയം തന്നെയാണ്. അതൊന്നും ഒരു സംശയവും നമുക്ക് വേണം. 2-3 ദിവസം കൊണ്ട് ആളുകൾക്ക് സാധാരണഗതിയിൽ വയറ് നിറയുന്നത് പോലെയാണ് അവരുടെ കുറെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കമ്പനി തോന്നണമെന്ന് തോന്നുന്ന കാര്യങ്ങളോ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. ഇത് ആയി എന്ന് എനിക്ക് ആളുകളുടെ കൂടെ ജീവിച്ച് എനിക്ക് ഞാൻ സെൻസ് ചെയ്യാനുള്ള അറിവുള്ള. അപ്പൊ അവര് ഇനി എങ്ങോട്ടാണ് എന്ന് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നടത്തിടെയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ പായസം കുടിച്ചിട്ട് വീണ്ടും കുടിക്കണമെന്ന് ആലോചിച്ചിട്ട് അച്ചാറൊക്കെ വായിൽ തേച്ച് തിന്നേണ്ട കാര്യമില്ല, പിടിക്കേണ്ട കാര്യം ഇല്ലാത്തതുപോലെ ഞാന് വളരെ മിതമായ രീതിയിൽ മാത്രമേ ആൾക്കാരുടെ ജീവിതത്തിനകത്തുണ്ടാകൂ. അതുകൊണ്ട് ഒരിക്കലും പുതുമ നഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കണേ എന്ന് പറയുന്ന മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ. അത് എവിടെല്ലാം മലയാളം പറയുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നത്, എനിക്ക് 2 ഭാഷ അറിയാവും. ഈ 2 ഭാഷയിൽ ഉള്ള അറിയുന്നവർ സംസാരിക്കുന്നവരുമായ ആൾക്കാരുടെ ഒരു സാമൂഹികമായിട്ടുള്ള വലിയ ഒരു സമ്പത്തിൽ നിന്ന് എനിക്കുണ്ട്. അത് ഒരു 40 വർഷത്തെ പ്രവർത്തനവും അത് കഴിഞ്ഞ് ശേഷമുള്ള 10 വർഷം ഇവിടെ ചേർന്ന് ഇപ്പൊ ഒരു 50 വർഷത്തെ സാമൂഹികമായിട്ടുള്ള മൂലധനമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ ലളിതമായി ആവശ്യമുള്ളിടത്ത് ഞാൻ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ. അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. എൻ്റെ ഫോൺ നമ്പർ പബ്ലിക്കാണ്. അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് വിളിച്ചു ചോദിച്ചിട്ട് സമയം നിശ്ചയിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലാറുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പം ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവരും ആരെങ്കിലും പേ ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കും. അതേ സമയത്ത് എനിക്കുള്ള ഭക്ഷണമോ എനിക്കുള്ള വണ്ടിക്കൂലിയോ തരുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സം ഇത് തരണ്ട എന്ന് പറയാറില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരുമ്പം വാങ്ങും. ഞാൻ ഒരു യൂട്യൂബ് ചാനലും പേ ചെയ്തിട്ടല്ല ഞാനിരിക്കും. എന്നാൽ ഞാൻ സംസാരിക്കുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കൃത്യമായിട്ട് അവർ പണം തന്നിട്ടുണ്ട്. ആ തന്ന സമയത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവർക്കും മനസ്സിലായി അങ്ങനെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോ കൊടുത്താൽ മതി എന്ന് അറിയുന്നതാണ്. എല്ലാ ആൾക്കാരുടെയും ഈ യൂട്യൂബ് ചാനൽ സഹിതം എല്ലാവരും എന്റെ സുഹൃത്തുക്കളായി മാറുക. എനിക്കിന്ന് സുഹൃത്ത് സംഘങ്ങളെ ഉള്ളൂ. അതിനകത്തല്ലാതെ യൂട്യൂബ് ചാനൽ വേറെ റേഡിയോ സ്റ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷനോ ഇതൊന്നും തന്നെ എനിക്കൊരു വ്യത്യാസമില്ല. അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ വിളിച്ചാലും അല്ലാത്തവർ വിളിച്ചാലും ഒരാള് വ്യക്തിപരമായി വിളിച്ചാലും ഒരേപോലെ തന്നെയാണ് ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഏറ്റവും മിതമായി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ചെയ്യുന്നു. ഇപ്പൊ തന്നെ ഞാൻ അന്യരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന
അത് എന്താ? അല്ലാതെ ഇന്ന തരത്തില് ഞാൻ ഇന്ന അതുപോലെ ഒരു വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്ര കാശ് തരണം എന്ന് പറയുന്ന ഒരു റേറ്റും ഇല്ല. ആളുകൾക്ക് അഫോർഡബിൾ ആയ ഒരു വ്യക്തിമാണ്. അതിനകത്ത് ഒരു രഹസ്യവുമില്ല. ഞാൻ ഈ ജീവിക്കുന്ന പോലെ തന്നെയാണ് ഒരു ചായക്കട നടത്തുന്ന ആള് ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ചായക്കടക്കാരൻ അയാൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അയാൾ നാട്ടിലുള്ളവർക്കെല്ലാം ചായ കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷക്കാരൻ അയാൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് അയാൾ വണ്ടി ഓടിക്കുന്നതെന്നും അറിയുന്നത് പോലെ തന്നെയാണ് ഞാൻ പറയുകയും സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് മറ്റു മനുഷ്യരുടെ ജീവിതത്തിന് ഗുണകരമായിട്ടിരിക്കുന്നോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അത് ആണ് എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ജീവനോടിരിക്കുന്നതിന് എല്ലാ ആൾക്കാരും എനിക്ക് ഭക്ഷണവും തന്ന് വീടും തന്ന് മുറിയും തന്ന് താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അത്ഭുതകരമായ യാതൊരു കാര്യവുമില്ല. ഞാനിതിനകത്ത് ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലാതെ ആളുകൾ പരസ്പരം അറിഞ്ഞു തരുന്ന യുക്തിക്കകത്ത് മാത്രമാണ് ജീവിക്കുന്നത്. ഇതിനകത്ത് എല്ലാ പണ ഇടപാടുകളും ഉണ്ട്. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ചിലർ അതിനകത്ത് അവർക്ക് താല്പര്യമുള്ള കുറച്ച് കാശ് ഇടുന്നുണ്ടാവും. ചിലർ എനിക്കൊരു വസ്ത്രം മേടിച്ചു തരുന്നുണ്ടാവും. വേറൊരാൾക്ക് ചെരുപ്പ് മേടിച്ചു തരുന്നുണ്ടാവും. വേറൊരാൾ വണ്ടിക്കൂലി തരുന്നുണ്ടാവും. അത് ആളുകൾക്ക് അവരവരുടെ താല്പര്യവും അവരവരുടെ അറിവും അവരവരുടെ കഴിവും അനുസരിച്ചിട്ടായിരിക്കും. ഇതിനകത്ത് ഞാൻ ഒരു കണക്ക് വെക്കാറില്ല. കൂടുതൽ തരുന്നവരും കുറച്ച് തരുന്നവരും ഒന്നും തരാത്തവരും ഇതിനകത്തെല്ലാം ഉണ്ടാവും. എനിക്ക് അധികമാണ് എൻ്റെ കയ്യിൽ വരുന്ന പണം. എന്നെക്കാളും ദരിദ്രരായ ആയിരക്കണക്കിന് ആൾക്കാർ എൻ്റെ ജീവിതത്തിലുണ്ട്. അവരെല്ലാം ചോദിക്കും അത് കൊടുക്കും. ഞാൻ സംരക്ഷിക്കുന്നില്ല, സമ്പാദിക്കുന്നില്ല. പക്ഷെ ലോകത്തിലുള്ള മലയാള ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ അറിയുന്നവരുണ്ടോ? ഞാൻ ജീവിക്കും. അഖില ബാബുവിന്റെ ഈ ചോദ്യത്തോട് ഞാൻ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ. മൈത്രേയൻ എന്തെങ്കിലും ടിപ്സ് സജസ്റ്റ് ചെയ്യാനുണ്ടോ സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട്? സാധാരണക്കാര് എന്ന് പറയുന്നവര് ചെലവ് കുറഞ്ഞു തന്നെയാണോ ജീവിക്കുന്നത്? സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ ലോകത്ത് ആരെങ്കിലും ചെലവ് കുറച്ച് ജീവിക്കുന്നുണ്ടോ? അവസാനത്തെ പണവും എണ്ണി ചുട്ടപ്പം പോലെ ചെയ്യുന്നവരല്ലയോ സാധാരണക്കാർ. അവർക്ക് ഒരു ടിപ്പും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ സാധാരണക്കാർ തന്നെയാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ വരുന്നവരുണ്ട്. സാധാരണക്കാരെന്ന് എന്നോട് സംസാരിക്കാൻ വരാറൊന്നുമില്ല. കാരണം അവർ കേൾക്കാരെ ഇരിക്കത്തേ ഉള്ളൂ. ഞാനൊരു സാധാരണക്കാരനാണ് എന്നൊരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം അയാൾ സാധാരണക്കാരനല്ല. കാരണം സാധാരണക്കാരനായി അഭിനയിക്കുന്ന ഒരാൾ മാത്രമേ അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഇനി അവരോടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അനാവശ്യമായ ആയിരക്കണക്കിന് ചെലവുകൾ മനുഷ്യർ ചെയ്യാറുണ്ട്. ഒരു കാര്യമില്ല. ഒരു പ്രയോജനരഹിതമായ പൂജകൾ ചെയ്യും. അത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിന്തിച്ചിട്ട് പോലും മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് ആചാരങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപകൾ ഒരു പ്രയോജനമില്ലാതെ ഇതൊക്കെ ചുരുക്കാവുന്നതാണ്. നമ്മള് പണം സ്വരൂപിച്ച് കല്യാണത്തിന് ചെലവഴിക്കാറ്, ഫെസ്റ്റിവൽസിന് ചെലവഴിക്കാറ്. ഇതിനകത്തെല്ലാം മിതത്വം വരുത്താവുന്നു. ഇതൊക്കെ ലോകത്തെ ആളുകൾ ഇഷ്ടം പോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്യാതെ ജീവിതം മിസ്റ്ററബിളാക്കും. പണ്ട് പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്നായിരുന്നു പറഞ്ഞു. പുര നിറയുന്നു. അല്ല, അവർക്ക് തന്നെത്താൻ തിരഞ്ഞെടുക്കാനായിട്ട് അവകാശം ഇല്ലാതാക്കിയത് എന്താണ് ഈ പുര നിറഞ്ഞു പോയതെന്ന് അറിയുന്നില്ല. സ്വയം തിരഞ്ഞെടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയും തന്നെത്താൻ ഉത്തരവാദിത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചാൽ തന്നെ ഈ കല്യാണ ചെലവുകളും ഈ സാരി മേടിക്കുന്ന കടക്കാരനും സ്വർണം വിൽക്കുന്ന കടക്കാരനും പൂ വിൽക്കുന്നവനും ഹോള് നടത്തുന്നവനും അമ്പലവും പള്ളിക്കാരനും ഒക്കെ മോഷ്ടിച്ചുണ്ടാക്കുന്ന കാശ് മുഴുവനും നമുക്കൊരു ആവശ്യമില്ലാത്തതാണ് നമ്മൾ ചെലവഴിക്കുന്നത് അറിയണം. ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാവുന്ന എത്രയോ കാര്യങ്ങൾ ജീവിതത്തിനുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൂടാത്ത കാര്യം പോലും അല്ല. ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഉപദേശകരല്ലേ. അതുകൊണ്ട് ചെലവ് ചുരുക്കുക എന്ന് പറയുന്നത് ധനമുള്ളവർ ആർഭാടത്തോടെ ജീവിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ആർഭാടം വേറെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന ന്യായമൊക്കെ ഈ ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ട്. അംബാനി ഭയങ്കര കാശ് ചെലവഴിച്ചപ്പോൾ ഇഷ്ടം പോലെ പേര് ജീവിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള അസംബന്ധം പിടിച്ച നിലപാടുകളൊക്കെ മനുഷ്യർക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് മിതത്വം എന്ന് പറയുന്നത് ഓരോ ആളും പാലിക്കുന്നതാണ്. ലോകത്തിനകത്ത് തന്നെ ഭൂമിയോട് കാണിക്കേണ്ട ഒരു നീതി എന്നുള്ള നിലവാരത്തിൽ തന്നെ മിതത്വം കാണിക്കേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം നഷ്ടപ്പെടുത്താറ്. നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്ത് അത് പങ്കുവെക്കുന്ന രീതി ഉണ്ടായാൽ തന്നെ ആരോഗ്യകരമായി ജീവിക്കാം. അതിനു പകരം
ആദ്യം തന്നെ അനാവശ്യമായി മേടിച്ചിട്ട് ഇനി ഒരു 4 പേര് വന്നാലോ എന്ന് പറയുന്ന ചോദ്യമൊക്കെ ചോദിച്ച് ആവശ്യത്തിൽ കവിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് തീർക്കാൻ, വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി തിന്നും. വേസ്റ്റ് ആക്കാതെ വേണ്ടി തിന്നുന്ന മുഴുവനും ഡബിൾ വേസ്റ്റാണ്. നമ്മൾ മനുഷ്യര് തിന്നാൽ മാത്രം വേസ്റ്റ് അല്ലാതാകുക എന്നുള്ള യുക്തിയാണ്. മനുഷ്യര് തിന്നാൽ തന്നെ വേസ്റ്റാണ്. കാരണം ആവശ്യം കഴിഞ്ഞ് തിന്നുന്ന എല്ലാം വേസ്റ്റാണ്. അത് ഒരു ഉറുമ്പെങ്കിലും തിന്നുമായിരുന്നതിനുള്ള സാധ്യതയും കൂടെ അടച്ചു കളഞ്ഞിട്ടുള്ള തീറ്റുകൾ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മേഖലകളിലായതുകൊണ്ട് മനുഷ്യൻ തിന്നുമ്പോൾ മാത്രം വേസ്റ്റ് അല്ലാതാകരുതെന്നല്ല, ആവശ്യം കഴിഞ്ഞിട്ടുള്ള പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്കുള്ള ആവശ്യമല്ല മറ്റൊരാളുടെ ആവശ്യം എന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ എക്കണോമിക്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നതാണ്. ഡോക്ടർക്ക് കാർ വേണമെന്ന് ഒക്കെ പറയുന്ന നിലവാരത്തിലെ. അപ്പോൾ വാഹനങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വാഹനം വാങ്ങേണ്ടതുണ്ട്. അതൊരു ആർഭാടമായി കാണേണ്ട കാര്യമില്ല. പക്ഷെ ഏത് കാർ മേടിക്കുമ്പോഴും ഒരാൾ ഉപയോഗിക്കാനായിട്ടല്ലാതെ അത് മേടിച്ച് വീട്ടിനകത്ത് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടം. ഒരാൾക്ക് ഉപയോഗിക്കാൻ 4 പേര് യാത്ര ചെയ്യുന്ന കാറിനകത്ത് എന്നും ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കണിശമായിട്ടും അയാളെ ഒരു സ്കൂട്ടറിനകത്തേക്കോ ഓട്ടോറിക്ഷയ്ക്കകത്തോ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇനി സേഫ്റ്റിയുടെ കണക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് അതിനകത്ത് ഒറ്റ ക്രൈറ്റീരിയ. സുരക്ഷിതമായിട്ടുള്ള വാഹനത്തിനകത്ത് ഞാൻ യാത്ര ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഏറ്റവും മിതത്വമായിട്ടുള്ള ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇന്നിപ്പോ ഒരു ആൾക്ക് ഒരു കാറ് വേണമെന്നുള്ള നിലവാരത്തിൽ വന്നാൽ പോലും ആ ആള് തന്നെ 10 കാറ് മേടിച്ചവള്. അപ്പോഴാണ് മിതത്വമില്ലായ്മ. കാർ ഉപയോഗിക്കുന്നതല്ല, അതിന്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉള്ള വില കൂടിയ കാർ മേടിക്കുന്നതും മോശത്തെറ്റല്ല. പക്ഷെ ഒരേ സമയത്ത് 10 കാർ മേടിച്ച് വീട്ടിനകത്ത് ഇട്ടിട്ട് ഒരു കാറിനകത്ത് മാത്രം യാത്ര ചെയ്യുമ്പോഴാണ് തെറ്റാണ്. അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഉപയോഗിക്കാൻ ഒരു മുറി മാത്രം ആവശ്യമുള്ളപ്പോ 10 മുറി ഉണ്ടാക്കി വെക്കുന്ന വീട്ടിനകത്ത് താമസിക്കുന്ന ഈ കാർ മേടിച്ചിടുന്ന പോലെ തന്നെ. ഇവിടെയൊക്കെയാണ് നമ്മൾ മിതത്വത്തിന്റെ യുക്തികൾ കാണുന്നത്. അപ്പൊ ജീവിതത്തിനകത്ത് മിതത്വം പാലിക്കുക എന്ന് പറയുന്നത് ആവശ്യമറിഞ്ഞ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ മനസ്സിലാക്കാനുള്ളത് മിതത്വം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നുള്ളതല്ല, ചെരുപ്പില്ലാതെ നടക്കുക എന്നുള്ളതല്ല. ഗാന്ധിയുടെ കൂട്ടര് ഒരു എന്താണ് തന്നെത്താൻ ഉണ്ടാക്കുന്ന ഒരു വസ്ത്രം ഇട്ട് നടക്കുക എന്നുള്ള യുക്തിയല്ല. ആ നിലവാരത്തിലുള്ള മിതത്വത്തിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞു. നമുക്ക് ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള കാര്യത്തിനകത്ത് അതിന്റെ ഏറ്റവും നല്ല സാധനം മേടിക്കണം. അതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉള്ള ഒരു കാർ തന്നെ മേടിക്കണം എന്നേ പറയുള്ളൂ. പക്ഷെ 10 കാർ ഒരാൾ മേടിക്കുന്നുണ്ടെങ്കിൽ ആർഭാടം തന്നെ, ലോകത്തിനുള്ള ദ്രോഹമാണ്. അതുകൊണ്ട് ഉപയോഗം അടിസ്ഥാനപ്പെടുത്തി ആവശ്യങ്ങളനുസരിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സമ്പാദിക്കണം, ഉപയോഗിക്കണം എന്നുള്ളതാണ് മിതത്വം. അങ്ങനെയാണ് മിതത്വത്തിനെ ഞാൻ നിർണയിക്കുന്നത്. അല്ലാതെ വസ്ത്രങ്ങൾ ഒരെണ്ണയം ഉള്ളു, ഞാൻ ചെരുപ്പിടാതെ നടക്കുന്നു, കുടിലാണ് കഴിയുന്നതെന്ന് പറയുന്ന പഴയകാല സന്യാസിമാരുടെ ബോധത്തിലുള്ള മിതത്വത്തിനെ പറ്റി അല്ല പറയുന്നത്. പ്രയോജനപ്രദമായി നമ്മൾ ജീവിക്കാൻ ഉപയോഗിക്കുന്ന കാര്യം ഏറ്റവും മികച്ചതായിരിക്കുമ്പോൾ തന്നെ അനാവശ്യമായി വാങ്ങിക്കൂട്ടരുതെന്ന് പറയുന്നിടത്താണ് മിതത്വമായി. ഇത്രയാണ് എനിക്ക് അതിനകത്ത് പറയാം.